ഇന്ന് നമ്മള് പാളയം പള്ളിയിൽ കഞ്ഞി കുടിക്കാൻ പോകുവാന്ന്. നമുക്ക് ഭയങ്കര വിശപ്പേന് ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ലോണം വിശനോണ്ട് എന്നിട്ട് നമ്മള് ചോറൊന്നും വെക്കാണ്ട് അങ്ങ് പോയി കഞ്ഞി കുടിക്കാൻ പോയി. ആടെ നല്ല കഞ്ഞി ഉണ്ട് എന്ന് പറയുന്നതിക്ക് ആൾക്കാരുണ്ടാവും. 4 സാരയില്ല, നമുക്ക് പോയി ഒക്കെ കിട്ടുമെന്ന്. നേരെ വൈകിക്ക് പക്ഷെ കുഴപ്പമില്ല, പോയി നോക്കാം നമുക്ക്. പോയി നോക്കാം നമുക്ക്. പോകുന്ന ഭയങ്കര വെയിലാണ്, അതാണ് ഒരു പ്രശ്നം. കൊടയൊന്നും ഇല്ലാണ്ട് നടക്കാനേ ആവില്ലേ കൂടി. ചത്തു വൈറ്റ വെയിലാണ് ഇവിടെയല്ലോ. പാളയത്തെല്ലാം ഭയങ്കര വെയിലാണ്. പക്ഷെ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് വേഗം എത്താൻ പറ്റും. നടന്നു പോകാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വെയിലായതുകൊണ്ട് എല്ലാവരും വണ്ടി കൊണ്ട് മേത്തേക്കാണ് കയറി വരുന്നത്. ഫുട്പാത്ത് കൂടിയാ വണ്ടി പോകുക, എല്ലാവരും ഇല്ലാന്ന് കൊണ്ടുവരാം. നമ്മളിപ്പം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കണോ? സാധാരണ ലൈനെല്ലാം നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഇപ്പോൾ വലിയ തിരക്കില്ല. എല്ലാവരും കുടിച്ച് പോയി തോന്നുന്നു, അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്ത. ചെറുപയറും അച്ചാറെല്ലാം ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് ഇപ്പോൾ തരുക. നല്ല ചൂടുണ്ടാവും, പതക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ കുടിച്ചിട്ട് കുറച്ച് നേരം കാത്തിക്കേണ്ടി വരും. ഫാനെല്ലാം ഓഫ് ആക്കും. കുറച്ച് കഴിയുമ്പോൾ ഫാനും ഓഫ് ആയിക്കളയും. തിളക്കുന്ന ചൂടിലല്ലേ നമ്മൾ കുടിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല വെയിലും കഷ്ടപ്പെട്ട് കുടിക്കണം. എന്നാൽ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ചൂടുള്ള കുടിക്കാൻ നല്ല ടേസ്റ്റ്. ഞാൻ ഓഫ് ആക്കുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഉഷ്ണായിരിക്കും. എന്നാലും നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും എന്തായാലും. നമുക്ക് ഈ അന്നദാനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. നമ്മളിപ്പം കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞ് വേറെ എല്ലാം നിറഞ്ഞ് ഇനി നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് അതേ വെയിലത്ത് തന്നെ നടന്ന് നമ്മൾ പോയിട്ട് ഒന്ന് കുറച്ച് നേരം കിടക്കേണ്ടി വരും. കഞ്ഞി കുടിച്ചതിൻ്റെ ക്ഷീണമുണ്ട്, വെയിൽ കൊണ്ടതിൻ്റെ ക്ഷീണമുണ്ട്. ആ ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം പോയിട്ട്. അപ്പോൾ ബാക്കി പിന്നെ